ഇന്നത്തെ ഫാസ്റ്റ് പേസ്ഡ് ലോകത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നത് ഏറ്റവും എക്സൈറ്റിംഗും അതുപോലെ തന്നെ റിവാർഡിങ്ങുമായിട്ടുള്ള ഒരു കരിയർ പാത്തായി മാറിയിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ കൂടിയും നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. ആൻഡ് അതിനെയും കൂടിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. എന്തായാലും കുറയാൻ പോകുന്നില്ല. പക്ഷേ എന്തായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഇത്തരത്തിലുള്ളൊരു ഹോട്ട് കരിയറാക്കി മാറ്റുന്നത്? ഓൾസോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ കരിയറിന്റെ ഭാഗമായി ചെയ്യാൻ കഴിയുന്നത്? നമുക്ക് നോക്കാം. ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ് എന്നത് ദിനം പ്രതി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ്സുകൾ ഇപ്പോൾ അവരുടെ ഫോക്കസ് വലിയ രീതിയിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ കാരണം എന്താണ്? എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഡിജിറ്റലായാണ്. അത് തന്നെ കാരണം. ആളുകൾ ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അവരുടെ ഫോണുകളിലും മറ്റ് ഡിജിറ്റൽ ഡിവൈസുകളിലൊക്കെയാണ്. സോ ബ്രാൻഡുകൾ അവരുടെ കസ്റ്റമേഴ്സിനെ അവരുള്ളിടത്ത് എന്ന് മീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അത്രയേ ഉള്ളൂ. ഈ ഷിഫ്റ്റ് കാരണം കൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനുള്ള ഡിമാൻഡ് ഇപ്പോൾ കുതിച്ചുയർന്നിരിക്കുകയാണ് എന്ന് തന്നെ വേണം പറയാൻ. ചെറുതും വലുതുമായ കമ്പനികൾക്കൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തിന്റെ ന്യൂവാൻസുകളും ടെക്നിക്കുകളും മനസ്സിലാക്കുന്ന എക്സ്പേർട്സിനെ ആവശ്യമാണ്. അവിടേക്കാണ് നിങ്ങൾ ഒരു സ്കിൽഡ് ഡിജിറ്റൽ മാർക്കറ്ററായി കടന്നു വരേണ്ടത്. സോഷ്യൽ മീഡിയ മാനേജേഴ്സ് അവരാണ് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും ക്യൂറേറ്റ് ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതൊക്കെ. അവർ ഓഡിയൻസുമായി നിരന്തരം എൻഗേജ് ചെയ്യുന്നു, ബ്രാൻഡ് ലോയൽറ്റി ബിൽഡ് ചെയ്യുന്നു, ട്രാഫിക് കൂട്ടാനായി ക്യാമ്പയിനുകൾ റൺ ചെയ്യുന്നു. പിന്നെയുള്ളത് SEO സ്പെഷ്യലിസ്റ്റുകളാണ്, അതായത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ സ്പെഷ്യലിസ്റ്റ്. അവർ വെബ്സൈറ്റുകളെ ഗൂഗിളിന്റെ റാങ്ക് പട്ടികയിൽ മുകളിലെത്തിക്കാനായിട്ട് നോക്കുന്നവരാണ്. അതിനായി അവർ കണ്ടന്റുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നു, കീവേഡുകൾ അനലൈസ് ചെയ്യുന്നു. കൂടാതെ തങ്ങളുടെ കമ്പനി വെബ്സൈറ്റുകളെ കൃത്യമായി ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ള സ്ട്രാറ്റജികൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. PPC മാനേജേഴ്സ്, അതായത് പേ പെർ ക്ലിക്ക് മാനേജേഴ്സ്. അവർ ഫോക്കസ് ചെയ്യുന്നത് പെയ്ഡ് സെർച്ച് അഡ്വർടൈസിംഗിലാണ്. ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് ആഡ്സ്, ലിങ്ക്ഡിൻ ആഡ്സ് എന്നിവയൊക്കെ പ്ലാൻ ചെയ്യുന്നതും ബിസിനസ്സുകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നതും പെർഫോമൻസ് ട്രാക്ക് ചെയ്യുന്നതൊക്കെ ഇവരാണ്. ഒരു ആഡിന് വേണ്ടി ചെലവാക്കുന്ന ഓരോ രൂപയും വർത്ത് ആണെന്ന് അവർ ഉറപ്പുവരുത്തുന്നു. ഇനി കണ്ടന്റ് മാർക്കറ്റേഴ്സ് ആണ്, അതായത് ഒരു ബ്രാൻഡിന്റെ യഥാർത്ഥ ഓഡിയൻസിനെ കമ്പൽ ചെയ്യുന്ന കണ്ടന്റുകൾ എഴുതുകയും വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവരുടെ ജോലി. അവർ ഒരേ സമയം ഓഡിയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ഇൻഫോം ചെയ്യാനും അതുപോലെ തന്നെ എന്റർടൈൻ ചെയ്യാനും പ്രാപ്തരായിരിക്കണം. ഇമെയിൽ മാർക്കറ്റിംഗ് എക്സ്പേർട്സ്, അവർ ഇമെയിൽ ക്യാമ്പയിനുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതായത് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിനെയും കറന്റ് കസ്റ്റമേഴ്സിനെയും ഒക്കെ പേഴ്സണലൈസ്ഡ് മെസ്സേജുകൾ വഴി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ ലീഡുകൾ ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ പറഞ്ഞ ജോബ് ടൈറ്റിലുകളൊക്കെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന് കരുതണ്ട. സോഷ്യൽ മീഡിയ മാനേജേഴ്സ്, SEO സ്പെഷ്യലിസ്റ്റ്, PPC മാനേജേഴ്സ്, കണ്ടന്റ് മാർക്കറ്റേഴ്സ് പോലുള്ളവർക്കൊക്കെ വലിയ ടോപ്പ് ടയർ കമ്പനികളിൽ പോലും വലിയ ശമ്പളമാണ് കിട്ടുന്നത്. പിന്നെ ഈ ജോലികളിലുള്ള ഫ്ലെക്സിബിലിറ്റിയും ഗ്രോത്തും വളരെ കൂടുതലാണ്. ഫാഷൻ, ടെക്നോളജി, ഹെൽത്ത് കെയർ, എന്റർടൈൻമെന്റ്, അങ്ങനെ നിങ്ങൾക്ക് മുൻപിലുള്ള മേഖലകൾ തന്നെ നിരവധിയാണ്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റിയും ഗ്രോത്തും എക്സൈറ്റിംഗ് ചലഞ്ചുകളും ഒക്കെ നിറഞ്ഞ ഒരു കരിയറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല ചോയ്സ്. ഹാൻഡ്സ് ഓൺ ക്രിയേറ്റീവ് വർക്കിൽ തുടങ്ങി ഡാറ്റ ഡ്രിവൻ സ്ട്രാറ്റജികൾ വരെ അങ്ങനെ ഏത് തരം ആളുകൾക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരിടമുണ്ടാവും. സോ നിങ്ങളുടെ ഫ്യൂച്ചർ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. മറക്കണ്ട, സാധ്യതകൾ നിരവധിയാണ്.